വാട്ടർ കളർ പരിശീലന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഈ ഒരു ചിത്രമാണ് കളർ ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ ലാൻഡ്സ്കേപ്പാണ് നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കണ്ട പോലെ. ആദ്യം നമ്മൾ ലൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, അതിനുശേഷം അകലെ കാണുന്ന ഒരു മലയാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ കളറാണ്. കുറച്ച് ലൈറ്റായിട്ട് ഇതുപോലെ കൊടുത്താൽ നമുക്കിതുപോലെ സിമ്പിളായിട്ട് ഒരു മലയുടെ ചിത്രം കിട്ടും. നമ്മൾ ഏതൊരു ചിത്രം എന്തും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കളർ തന്നെ ഒരു സ്ഥലത്ത് ഒക്കെപ്പാടെ കൊടുത്താൽ അതിൻ്റെ ഒരു ഭംഗി പോകും. അപ്പോൾ കുറേ സ്ഥലത്ത് ലൈറ്റ് ആക്കണം, കുറച്ച് ഡാർക്കും ആവണം, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്നത് കുറച്ചും കൂടി അടുത്തുള്ള ഒരു ദൃശ്യമാണ്. അപ്പോൾ ഗ്രീനും ബ്ലൂ ആണ് കൊടുക്കുന്നത് താഴ്ഭാഗത്ത്. പിന്നെ നമ്മൾ മേലെ ലെമൺ യെല്ലോ ഇതിലേക്ക് മിക്സ് ചെയ്താൽ ഇതുപോലെ കിട്ടും. 3 കളർ മാത്രമാണ് ഇപ്പോൾ നമ്മളിതിൽ ചെയ്തത്. കുറച്ച് മരങ്ങളൊക്കെ ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് കൊടുത്താൽ, ബ്രഷ് ഒന്ന് ഷാർപ്പ് ചെയ്ത് ഇതുപോലെ കൊടുത്താൽ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈനിട്ട് കൊടുത്താൽ മതി. വെള്ളം കുറച്ച് കൂട്ടിയെടുത്ത് ആ കളറൊന്ന് മേലെ നമ്മൾ എന്താണോ വരച്ചത് അത് തന്നെ ലൈറ്റായിട്ട് താഴെ കൊടുക്കുക. തോണിയുടെ ചിത്രമാണ് നമ്മൾ വരക്കുന്നത്. അതുപോലെ അതിന് ബേൺസീന റെഡ് കുറച്ച് യെല്ലോയും പിന്നെ കൂടി മിക്സ് ആക്കിയാൽ ഈ ഒരു കളർ കിട്ടും നമുക്ക്. നിഴല് വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, വെള്ളത്തിൽ തന്നെ നിഴല് വരയ്ക്കുമ്പോൾ ആ തോണിയുടെ അതേ കളർ തന്നെ ഒന്ന് ലൈറ്റാക്കി ഇതുപോലെ ബ്രഷ് ഷാർപ്പ് ചെയ്തൊന്ന് വരച്ച് കൊടുത്താൽ ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ ഒന്നായിട്ട് കറുപ്പ് നേരിട്ട് കൊടുക്കരുത്. റെഡ് ബേൺസീനി മിക്സ് ചെയ്തുകൊണ്ട് ഒരു മൂലയിൽ മാത്രം കുറച്ച് ബ്ലാക്ക് കൊടുക്കുക, വളരെ കുറച്ച്. അപ്പോഴാണ് അതിൻ്റെ ഒരു നേല രൂപത്തിൽ കിട്ടുള്ളൂ. നേരിട്ട് കറുപ്പ് ഒന്നായിട്ട് കൊടുത്താൽ ആ ചിത്രം ഭംഗി ഉണ്ടാവില്ല. ഒന്ന് ഡാർക്ക് ആക്കുന്നുണ്ട്. ബ്രഷ് ഒന്ന് ഷാർപ്പാക്കിയ ശേഷം സ്റ്റൈലിലൂടെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. മരങ്ങൾ നമ്മൾ ഒരുപാട് വരച്ചതാണ്. താഴ്ഭാഗത്ത് കുറച്ച് ഡാർക്ക് വരും. മരങ്ങളിങ്ങനെ പിന്നെ തട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വെറും ഒരു ലെമൺ യെല്ലോ സാപ്പ് ഗ്രീൻ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. കുറച്ച് ചില സ്ഥലങ്ങളിൽ റെഡ് കൊടുക്കണം, ചിലത്ത് ബ്ലൂ കൊടുക്കണം, ചിലയിടത്ത് ബ്ലാക്ക് വളരെ കുറച്ചും കൊടുക്കേണ്ടി വരും. എന്താണെങ്കിലും മേലെ ഭാഗത്ത് എന്താണെങ്കിലും നമ്മൾ ലൈറ്റ് ആക്കണം. അത് വാട്ടർ കളറിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക.
തട്ട് തട്ടായിട്ട് കാണുമ്പോൾ മേലെ ലൈറ്റ് താഴത്ത് കുറച്ച് ഡാർക്കും ആക്കിയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഈ ഒരു മനോഹാരിത കിട്ടുള്ളൂ. നിങ്ങളിതുപോലെ വരച്ചത് ഏതെങ്കിലും പിക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമൻറ്റിൽ നിങ്ങളൊന്ന് അയച്ചു തന്നാൽ നന്നാവും. ഇത് കാണുന്ന ആൾക്കാർ വാട്ടർ കളർ പരിശീലനം തുടർച്ചയായിട്ട് ഇത് കണ്ടാൽ ആർക്കും ഇതുപോലെ ചെയ്യാൻ കഴിയും. ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. ഗ്രീന് പിന്നെ വളരെ കുറച്ച് എടുത്തിട്ട് വെള്ളം കുറച്ച് കൂട്ടി ലൈറ്റായിട്ട് അത് ചെയ്യുക. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ബേൺസീന രണ്ട് സൈഡിലും കുറച്ച് കൊടുക്കുക. പിന്നെ അതൊന്ന് ബ്രഷ് ഷാർപ്പ് ചെയ്തൊന്ന് വലിച്ചാൽ തന്നെ ഇതുപോലെ കിട്ടും. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഞാൻ കുറച്ച് റെഡ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെമൺ യെല്ലോ യുടെ സാന്നിധ്യം കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ വരക്കുന്നത് ഈ കരഭാഗമാണ്. അപ്പോൾ തോണിയൊക്കെ അടുപ്പിക്കുന്ന മനുഷ്യൻ്റെ കാലുകളൊക്കെ തട്ടി ഒരു ചളി നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ബേൺസീന റെഡ് യെല്ലോയും തന്നെ ഇവിടെ ചെയ്താൽ ഇങ്ങനൊരിത് കിട്ടും. കുറച്ച് നീലയും കൂട്ടിയാൽ ഒരു ചെളിയുടെ ഒരു പശ്ചാത്തലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രമാണത്. അപ്പോൾ വാട്ടർ കളർ പരിശീലന ക്ലാസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.